പത്തരമാറ്റ ഇന്നത്തെ എപ്പിസോഡ് ഒരു കിടിലൻ എപ്പിസോഡാട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഭയങ്കര നിരാശരായിരുന്നു. കാരണം ഒരു വീക്കിലി പ്രൊമോയിൽ ഒന്നും തന്നെ കാണിച്ചിരുന്നില്ല. കഴിഞ്ഞ ഒരു വീക്കിലത്തെ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എന്നല്ലാതെ ഈ വീക്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നവ്യ നയനയും കൂടി ഇങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടുപേരും ഭയങ്കര നീ ഉണ്ടാക്കിയതല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ ഇങ്ങനെ വെച്ച് കാച്ചു ആട്ടോ പായസം. അപ്പുറത്താണെങ്കിൽ മുത്തശ്ശിയും അവരും പറയുന്നുണ്ട് നയനമോളും ഉണ്ടാക്കുന്ന പായസം അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് അവരും ഇങ്ങനെ സ്വാദായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പായസം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവരെന്തിങ്ങനെ ഓടാത്തെ? അനാമിക അമ്മയും കൂടി അതിൽ വയറിളകാനുള്ള മരുന്നൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അനാമിക നോക്കുമ്പോൾ ഇവർക്ക് ഒരു കുഴപ്പവുമില്ല. അപ്പൊ അപ്പുറത്ത് നമ്മുടെ അച്ഛനും നമ്മുടെ എന്താ പറയാ ജലജയ്ക്കും നമ്മുടെ രേവതിക്കും ആർക്കാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അനാമിക കൊണ്ടുവന്ന് പായസം കൊടുത്തിരുന്നു. അപ്പൊ നോക്കുമ്പോൾ അനാമിക തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അനാമികയുടെ അച്ഛനടുത്ത് പറ, അവർക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, അച്ഛൻ എന്താ കുറഞ്ഞ മരുന്നാണോ മേടിച്ചേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ പറയുന്നുണ്ട്, മോളെ മരുന്ന് മാറി പായസം മാറിപ്പോയതാ, ഞങ്ങൾക്കിതേ വയറിന് സൂക്കേട് തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മുടെ അനാമികയുടെ അച്ഛനും അമ്മയും ഓട്ടം കക്കൂസിലോട്ട് പോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം കേട്ടോ നമ്മുടെ അനാമികയ്ക്ക് മയറിന് അയ്യോ ബാത്റൂം എവിടെയെന്ന് പറഞ്ഞ് അനാമികയും ഓടുന്നുണ്ട്, ജലജയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ജലജ ഓടി വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ നവ്യ ഓടിക്കൊരു ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജലജ തുറക്കടി എന്ന് പറയുമ്പോൾ നമ്മുടെ നവ്യ ഇല്ല ഇത് ഞങ്ങളുടെ ബാത്റൂമാ എന്നൊക്കെ പറയുന്നുണ്ട്. സഹി കെട്ടതായിട്ട് ജലജ നമ്മുടെ എന്താ പറയാ മൂർത്തി സാറിന്റെ മുറി കയറി ബാത്റൂമിൽ പോകുന്ന ഒരു രംഗമൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു സീനൊക്കെ ആട്ടോ. അപ്പൊ നമ്മുടെ നയനയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ഇവരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ദൈവമേ പായസത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ഓർത്ത് നമ്മുടെ നവ്യയുടെ അടുത്ത് വരുവാട്ടോ. അപ്പൊ നവ്യ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ നവ്യ കണ്ടിരുന്നു അടുക്കളയിൽ വെച്ച് നമ്മുടെ അമ്മയും മോളും കൂടി ഇതിൽ മരുന്നൊക്കെ ചേർക്കുന്നത്. അങ്ങനെ ഇവർ പോയതിന് ശേഷം നമ്മുടെ പായസം ഇവർ നല്ലതെടുത്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നു ഇവർക്ക് കുടിക്കാൻ വേണ്ടി, മോശം അവർക്ക് എന്താ പറയാ ബാക്കിയുള്ളവർക്ക് വിളമ്പാനും മാറ്റി വെച്ചിരുന്നു. അങ്ങനെ എന്താ പറഞ്ഞാൽ നവ്യ അത് നേരെ മാറ്റി മറിച്ചും വെക്കും. അപ്പൊ ആർക്കിട്ട് പണി കിട്ടി? ഇവർ പണി കൊടുക്കാൻ ഇങ്ങനെ തുനിഞ്ഞവർക്ക് തന്നെ നല്ല 8ന്റെ പണി നമ്മുടെ നവ്യ കൊടുത്തു അല്ലെ. അപ്പൊ നവ്യ ആണെങ്കിൽ ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്തു. അപ്പൊ ബാക്കി എല്ലാവരും ഓട്ടം തന്നെ. അപ്പൊ നമ്മുടെ നയനയ്ക്ക് സന്തോഷം, ചേച്ചി ആൾ കൊള്ളാലോ, നല്ല കാര്യം, പണി നമുക്ക് പണി തരാൻ നോക്കിയതല്ലേ, അങ്ങോട്ട് ഓടി കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുറച്ച് രംഗങ്ങളാട്ടോ. അപ്പൊ നമ്മുടെ അനാമിക നോക്കുമ്പോൾ നമ്മുടെ നവ്യ ഇങ്ങനെ അനാമികയുടെ ഒക്കെ ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുവാട്ടോ. അപ്പൊ നമ്മുടെ അനാമിക നവ്യയുടെ അടുത്ത് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്, നിങ്ങളായിരിക്കുമല്ലോ ഈ പായസം ഉണ്ടാക്കിയ എന്താ പറയാ നയനയുടെ കൂടെ ഉണ്ടാക്കിയ ടിഫണിയൊക്കെ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, അതേടി ഞങ്ങൾ തന്നെയാ, നിങ്ങൾക്ക് വേറെ പണിയോ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ, നിങ്ങൾ അമ്മയും മോളും എന്താണ്ടൊക്കെ പൊടി ചേർക്കുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് നമ്മുടെ നവ്യ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ അനാമിക ഇങ്ങനെ ഒന്ന് പതറുന്നുണ്ട്, ഇവള് കണ്ടോ എന്നൊക്കെയുള്ള രീതിയിലട്ടോ. പിന്നെ നമ്മുടെ അനാമിക പിടിച്ചു നിൽക്കുന്നുണ്ട്, ഞങ്ങളൊന്നും ചേർത്തിട്ടൊന്നുമില്ല, ഇതിന് ഞാൻ പകരം വീട്ടിലെങ്കിൽ എൻ്റെ പേര് അനാമിക എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നവ്യ പേര് മാറ്റണമെങ്കിൽ ഒന്ന് വേഗം പറയണേ, ആ പേര് ചൊല്ലി നിന്നെ വിളിച്ചാൽ മതിയല്ലോ, നിന്റെ കളിയൊക്കെ അടിയിൽ നിന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട്, അവരുടെ അടുത്ത് കളിച്ചാൽ മതി, എൻ്റെ അടുത്തോട്ട് നെക്കിട്ട് കയറാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അനാമികയ്ക്ക് കിടിലൻ മറുപടി കൊടുക്കുന്ന ഒരു കിടിക്കാച്ചി എപ്പിസോഡാട്ടോ പ്രേക്ഷകരെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും തിരിച്ച് നമ്മുടെ അനാമികയും അമ്മയും ഇവർക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിച്ചു, നമ്മുടെ നവ്യക്കിട്ട് നയനക്കിട്ടും പണി കൊടുക്കാൻ ശ്രമിച്ചു. ഇവർ തിരിച്ച് നല്ല അടിപൊളി നമ്മുടെ നവ്യ തിരിച്ച് അടിപൊളി പണി കൊടുത്തിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത്. ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നവ്യയുടെ വയറ്റിനുള്ളിൽ ഒരു കൊച്ചുണ്ടെന്ന് പോലും വിചാരിക്കാത്തൊരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തു കൂട്ടിയത് അല്ലെ. അപ്പൊ ഇതിന്റെ ആ 10 ഇരട്ടി പണി തിരിച്ചു കൊടുത്താലും ഒരു പ്രശ്നവുമില്ല അല്ലെ പ്രേക്ഷകരെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.